സുഖപ്രസവം. തുറന്നിടാൻ പാകത്തിന് ജനലുകളൊന്നുമില്ലാത്ത ഇരുട്ട് തളം കെട്ടി നിൽക്കുന്ന പേറ്റുചൂരുള്ള ആ മുറിയുടെ മല്ലിൽ കെട്ടി നീട്ടിയിട്ട് കൊടുത്ത കയറിൽ പിടിച്ച് വേദനയുടെ ഉയർച്ച താഴ്ചകളാൽ ഉമ്മ കിടന്ന് പിടയുകയാണ്. അവരുടെ ഉടൽ ആദ്യമായി മാതൃത്വത്തെ അറിഞ്ഞതും ഇതേ മുറിയിൽ വച്ചാണ്. അന്ന് താൻ അനുഭവിച്ച വേദനയേക്കാൾ ഉമ്മയുടെ വേദന കൊണ്ടുള്ള പിടച്ചിലാണ് അവളെ വേദനിപ്പിച്ചത്. ഉമ്മയുടെ 9ാമത്തെ പ്രസവമാണ്. വയറ്റാട്ടി ആവതും ശ്രമിക്കുന്നുണ്ട്. നേരം മോന്തി ആവാറായില്ലേ, ഇനിയും നേരം വൈകിയായിരിക്കും പേറുണ്ടാവുള്ളൂ. ലാക്കിട്രെ വിളിച്ചോളീട്ടാ. അവർ മുൻവശത്തുലാത്തിക്കൊണ്ടിരുന്ന ഉപ്പാക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഉമ്മയുടെ വേദന കണ്ടുകൊണ്ട് അവിടെ നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ തൻ്റെ താളം തെറ്റിക്കൊണ്ടിരിക്കുന്ന മനസ്സുമായി ആരും കാണാതെ പുരയിടത്തിൻ്റെ കിഴക്കേ തൊടിയുടെ അങ്ങേ അറ്റത്തേക്ക് ഓടി. ഉമ്മയുടെ നെഞ്ചിലെന്ന പോലെ മണ്ണിൽ തലചായ്ച്ചു കിടന്നു. അവൾ തൻ്റെ മുഖവും ശരീരവും ആ വലിയ മാട്ടത്തിലെ ചെറിയ നനവുള്ള മണ്ണിനോട് ചേർത്ത് വെച്ചു. ആ വലിയ ചരിവിൽ മണ്ണിൽ പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ പഞ്ചാരിമേളത്തിലെ കൊട്ടിക്കലാശം പോലെ ആരോഹണത്തിലേക്കുയർന്നിരുന്ന അവളുടെ ഹൃദയതാളം പതിയെ പതിയെ സാവധാനത്തിലായി. തെറ്റിയ മനോനിലയും ഹൃദയതാളത്തോടൊപ്പം ശരിയായി വന്നു. അവളുടെ നാവും മനസ്സും പ്രാർത്ഥനാമന്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു. അവൾ കണ്ണുകൾ പൂട്ടിയടച്ചു, അനങ്ങാതെ കിടന്നു. ദൂരെ നിന്ന് കുഞ്ഞുമോളെ എന്ന് വിളി കേൾക്കുന്നുണ്ട്. അവൾ പതിയെ ആ ചെരുവിൽ നിന്നും തല ഉയർത്തി നോക്കി. ആരോ തന്നെ തിരഞ്ഞു നടക്കുകയാണ്. അവൾ തൻ്റെ ശരീരത്തെ ആ മണ്ണിൽ നിന്നും ഉയർത്തിയെടുത്ത് അങ്ങോട്ട് നടന്നു. കാർമേഘമെല്ലാം പെയ്തൊഴിഞ്ഞ പോലെ ശാന്തമായ മുഖവുമായി ഉപ്പ പുറത്തുണ്ട്. എത്ര നേരമായി നിന്നെ അന്വേഷിച്ചു നടക്കുന്നു? നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? നീ ഉള്ളിലേക്ക് ചെല്ല്, ഉപ്പ ചെറു ശാസനാരൂപത്തിൽ പറഞ്ഞു. അവൾ ചോദിച്ചു, ഉമ്മ? ഒക്കെ കഴിഞ്ഞു. സുഖപ്രസവമാണ്. മോള് ചെല്ല് ഉമ്മാൻ്റെ അടുത്തേക്ക്. പേറ്റ് സുഖം കൊണ്ട് ക്ഷീണിച്ച് അവശയായി കിടക്കുന്ന ഉമ്മയുടെ അടുത്തെത്തിയതും ഉമ്മ ചോദിച്ചു, ഉമ്മാൻ്റെ കുട്ടി എവിടെയായിരുന്നു? അവൾ തല കുനിച്ച് ഉമ്മാൻ്റെ നെറ്റിയിൽ ഉമ്മ വച്ചു. കണ്ണീർ വാർത്തുകൊണ്ട് ചോദിച്ചു, ഉമ്മ കുറേ വേദന തിന്നൂലേ? ഏയ് ഇല്ല മോളെ. ഉണ്ണീനെ നോക്കിയേ, പെൺകുട്ടിയാണ്. കുഞ്ഞിനെ അവൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഉമ്മാൻ്റെ മുഖത്ത് കണ്ട വേദനയിൽ പൊതിഞ്ഞ ആ പുഞ്ചിരിക്ക് മാതൃത്വത്തിൻ്റെ തേൻ മധുരം. നിങ്ങളുടെ രചനകൾ ഈ ചാനലിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ voicetales@gmail.com നിങ്ങളുടെ രചനകൾ മെയിൽ ചെയ്യുക. മറ്റൊരു കഥയുമായി വീണ്ടും എത്താം.